ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുത്തപ്പനെ കാണാൻ പറശ്ശിനിക്കടവിലേക്കൊന്ന് പോയാലോ? അപ്പോൾ ഇതാ പോകും വഴിയുള്ള കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി, അവിടെ നമ്മൾ മേലെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. അങ്ങനെ കുറേ സ്റ്റെപ്പ് ഇറങ്ങുന്ന വഴിക്ക് തന്നെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഇത് പോകും വഴിയുള്ള ഒരു ചുവന്നമ്മ ഭഗവതിയുടെ ഒരു കാവാണിത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകും വഴി തൊഴുതു. പിന്നെ ഇതാ പോകും വഴി ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. മാല, വള, കാതില, അങ്ങനെ പലതും, ടോയ്സും. അങ്ങനെ ഇവിടെ കിട്ടാത്ത സാധനം ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ നടയുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ കുറേ ധാരാളം ഷോപ്സൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ കയറി ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ചെരുപ്പ് കഴിച്ചു വെക്കാം. അവിടെ തന്നെ ഒരു നായ്ക്കുട്ടി കടന്നുറങ്ങുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, മുത്തപ്പൻ്റെ സന്തത സഹചാരിയാണ് നായ. മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലും പരിസര പ്രദേശങ്ങളിലും നമുക്കിതുപോലെ നായ്ക്കുട്ടികളെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ നടന്ന് പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. ഇത് ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആണ്. അവിടെയും നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു നായ്ക്കുട്ടിയെ കണ്ടു. അങ്ങനെ മുന്നിൽ തന്നെ പുഴയാണ്. ആ പുഴയിലാണ് നമ്മൾ കാല് കഴുകുന്നത്. അങ്ങനെ നമ്മളും സ്റ്റെപ്പ് ഇറങ്ങി കാല് കഴുകി. നല്ല ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ കാലൊക്കെ കഴുകി ഇനി നമ്മൾക്ക് മുത്തപ്പൻ്റെ ഉള്ളിലേക്ക് പോകാം, മടപ്പുരയിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. മുത്തപ്പൻ്റെ തൊട്ട മുന്നിൽ തന്നെയാണ് പുഴ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി മുത്തപ്പനൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ പ്രസാദമായ മമ്പയറും പിന്നെ ചായയും ഉണ്ടായിരുന്നു. അത് നമ്മൾ കുടിച്ചു. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിനി ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ നിൽക്കാം. അപ്പോൾ ക്യൂ നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥലം, ഇവിടെയൊക്കെ ആയിരുന്നു പണ്ട് അന്നദാനമൊക്കെ കൊടുത്തിരുന്നത്. പിന്നെ ഇപ്പോൾ നല്ല വലിയ ഊട്ടുപുരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ക്യൂ നിന്നു. അങ്ങനെ നമ്മൾ ക്യൂ നീങ്ങി മുകളിലോട്ടേക്ക് ഭക്ഷണത്തിനായി പോവുകയാണ്. അങ്ങനെ നമ്മൾ വലിയ ക്യൂ ആണ്. നമ്മൾ ആ താഴെ നിന്ന് ഇവിടെ മേലെ എത്തി. 12:15 ആ ഒരു ടൈം ആകുമ്പോഴാണ് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മേലെ എത്തി. മേലെയാണ് നമുക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. മുത്തപ്പൻ്റെ ഫോട്ടോ ഒക്കെയുണ്ട്. വരച്ച ഫോട്ടോസും അല്ലാത്തതുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വലിയൊരു ഊട്ടുപുര തന്നെയാണ്. അപ്പോൾ ഇത് പോകുമ്പോൾ ഇത് പഴയൊരു ബിൽഡിങ്ങാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെയായിരുന്നു ആണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ ഇതിനുള്ളിൽ കയറി ചെയ്തിട്ട് എനിക്കൊന്നൊരു ചെറിയൊരു ഓർമ്മയുണ്ട്. ഇതങ്ങനെ മേലെ നിന്നുള്ള വ്യൂ ആണിത്. നമ്മുടെ മടപ്പുരയുടെ വ്യൂ ആണ്. നല്ല പുഴയുടെ കാഴ്ചകളും. പറശ്ശിനിയിലെ മുത്തപ്പൻ്റെ ചോറ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. നമുക്ക് എന്താ പറയുക, എത്ര കഴിച്ചാലും നമുക്ക് ആ ഒരു രുചി നമ്മളെ വായിൽ തന്നെ ഉണ്ടാകും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചോറും കറിയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ പ്ലേറ്റ് എടുത്തു. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. അങ്ങനെ നമുക്ക് ചോറ് കിട്ടി. ചോറും സാമ്പാറും പിന്നെ നല്ല മോരും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ അത് മുഴുവനും തിന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിനി താഴോട്ടേക്ക് പോവുകയാണ്. നമ്മൾ കണ്ണൂർക്കാർക്ക് മുത്തപ്പൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ മുത്തപ്പനെ തൊഴുതു. അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും എൻ്റെ 2 നായ്ക്കുട്ടന്മാർ. അങ്ങനെ നമ്മൾ മുത്തപ്പനെ തൊഴുത് വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇത് ചോറൂണിൻ്റെ സ്ഥലമാണ്. പണ്ട് നമുക്കൊക്കെ ഇവിടുന്നാണ് ചോറൂണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് ബോട്ട് കയറാനാണ്. അപ്പം ഇതാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ബോട്ട്. അപ്പം ഇതിന് മുന്നേ നമ്മൾ കുറച്ച് മുന്നേ വന്ന സമയത്ത് വേറെ ബോട്ടായിരുന്നു, പഴയൊരു ബോട്ടായിരുന്നു. ഇപ്പം ബോട്ട് മൊത്തത്തിൽ അങ്ങ് മാറ്റി നല്ല സൂപ്പർ ബോട്ടായി, പറയാതിരിക്കാൻ വയ്യ. നല്ല ഗംഭീര ബോട്ട്. അപ്പം നല്ല സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്കതിൽ ഡോറിലൂടെ പുറത്തിങ്ങനെ ഇറങ്ങിയിട്ട് പുറത്തുള്ള വ്യൂ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് ബോട്ട്. ബോട്ടിൻ്റെ പുറത്തിറങ്ങി നിന്നപ്പോൾ നല്ല കാറ്റ്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് അധികം നേരം നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇവിടെ കുറേ ടൂറിസ്റ്റ് ബോട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പറശ്ശിനിക്കടവ് മുത്തപ്പനെ തൊഴുത് വരുന്നവർക്ക് ഒരു ബോട്ട് സവാരി കൂടി നടത്താൻ പറ്റും. ഇനി നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിൽ കാഴ്ചകൾ കാണാം. നല്ല സീറ്റ്സൊക്കെയാണ്. അപ്പം കുറേ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിതാ ബോട്ടിൻ്റെ ബാക്കിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ലൈഫ് ജാക്കറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സൂപ്പർ ബോട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയും. അപ്പോൾ പറശ്ശിനിക്കടവിൽ വന്നാൽ നമ്മൾക്ക് ഈ ബോട്ടിൻ്റെ സമയം എന്ന് പറയുന്നത് 2 മണിക്കാണ്. 2 മണിക്കാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടുന്ന് കുറേ കടവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വളപട്ടണം എന്ന അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ സ്വതവേ ഇവിടെ മുത്തപ്പനെ കാണാൻ വന്നാൽ ഇപ്പം കുറേ ആയിട്ട് ബോട്ടിൽ തന്നെയാണ് നമ്മുടെ മടക്കയാത്ര. ബോട്ട് സ്റ്റാർട്ടായി നീങ്ങി തുടങ്ങി. നമ്മുടെ ബോട്ടിന് മുന്നിൽ വേറെ ഒരു ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയുള്ള ബോട്ടാണ്. അങ്ങനെ ഇതാ നമ്മുടെ ബോട്ട് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ബോട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. അവിടെ നിൽക്കാനുള്ള സ്ഥലത്ത് നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. കുറേ കണ്ടൽ കാടുകളും പിന്നെ പക്ഷികളും പിന്നെ ചെറു വള്ളങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. പക്ഷേ വെയിലിൻ്റെ കാര്യം അത് പറയാനില്ല, അതികഠിനമായ വെയിലായിരുന്നു. എന്നാലും നന്നായി ആസ്വദിച്ചു. എനിക്കിപ്പോൾ പെട്ടെന്നൊരു പാട്ട് ഓർമ്മ വന്നു. എന്നാൽ പിന്നെ ഒരു പാട്ടൊന്ന് പാടല്ലേ. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റും, ഇളം ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്. ഇങ്ങനെ പാട്ടൊക്കെ പാടിപ്പോവാൻ നല്ല സുഖമല്ലേ. പക്ഷേ എനിക്ക് അവിടെ നിന്ന് പാടാൻ പറ്റിയില്ല. കാരണം ബോട്ടിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നല്ല നല്ല പാട്ടുകളൊക്കെ വെച്ച് അതൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചുള്ള ബോട്ട് യാത്ര. ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അവിടെയായി ചെറിയ ദ്വീപുകൾ പോലെ കാണാം. അത് കണ്ടൽക്കാടും പിന്നെ കുറേ തെങ്ങുമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ധാരാളം പക്ഷികളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോയിൽ ഒന്നിനെയും കിട്ടിയില്ല. പിന്നെ ഇതാ നമ്മളൊരു കടവിലേക്ക് എത്തി. ഇങ്ങനെ ഇതുപോലെ കുറേ കടവിൽ നമ്മുടെ ബോട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇവിടേക്ക് ആളിറങ്ങാനും കയറാനും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ തോണിയെ കണ്ടപ്പോൾ വീണ്ടും ഒരു പാട്ട് ഓർമ്മ വന്നു. കാറ്റുമൊഴുക്കും കിഴക്കോട്ട്, കാവേരി വള്ളം പടിഞ്ഞാട്ട്, കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ, കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ, കാണാത്ത പൊയ്കകൾ കാണാലോ, കാണാത്ത തീരങ്ങൾ കാണാലോ. ബോട്ടിൽ പാട്ട് പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ പാടിയില്ല. ഇപ്പോഴാണ് പാടാൻ തോന്നിയത്. അങ്ങനെ ഓരോ കടവും കടന്ന് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. നല്ല നല്ല കുറേ കാഴ്ചകൾ കണ്ടു. നല്ല സുഖമുള്ള കാറ്റൊക്കെ ആയിരുന്നു. ചില സമയം നല്ല ഉറക്കമൊക്കെ വന്നു. നല്ല എന്താ പറയുക, ആരോ താരാട്ട് പാടി ഉറക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. കാറ്റ് വന്ന് നമ്മളിങ്ങനെ തലോടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കടവിലേക്ക് എത്തി. വളപട്ടണം ബോട്ട് ടെർമിനൽ. അങ്ങനെ അവിടെ എത്തി ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് അതാ ദൂരെ പോവുകയാണ്. അങ്ങനെ നമുക്ക് ബോട്ടിനോട് ടാറ്റാ ബൈ ബൈ പറയാം. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം മുത്തപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ തിരിച്ച് ഇതുപോലെ ഇതേ ബോട്ടിൽ ആസ്വദിച്ച് വരാം. അപ്പോൾ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. പോകും വഴി നല്ല ദാഹമുണ്ടായിരുന്നു. ദാഹം മാറ്റാൻ ഒരു ലൈം ജ്യൂസ് കുടിച്ചു. ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.